അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്, വളരെ സങ്കടമുള്ള വിഷയമാണ്, വിഷമമുള്ള വിഷയമാണ്. നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ എനിക്ക് ആമുഖമായി പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ സമുന്നതരായ നേതാക്കൾ, കൂടാതെ SDPI എന്ന രാഷ്ട്രീയ പാർട്ടി, മേൽപ്പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? പറയാം, എല്ലാം പറയാം, വിശദമായി തന്നെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതാണ്ട് 500ഓളം വരുന്ന, അഥവാ 500-ൽ പരം വരുന്ന നമ്മുടെ സഹജീവികൾ ജീവനോട് കുഴിച്ചുമൂടപ്പെട്ട പ്രകൃതിയുടെ ഒരു മഹാവികൃതിയിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ, ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരച്ഛന് പിറന്ന മക്കളെ പോലെ കയ്യും മെയ്യും മറന്ന്, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയ ഭിന്നതകളില്ലാതെ ദുരന്തഭൂമിയിൽ സഹജീവികളെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാവരും. പ്രകൃതിയുടെ അതികഠിനമായ വെല്ലുവിളി വകവയ്ക്കാതെ ഈ ദൗത്യം ഏറ്റെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് ഞാൻ ഈ ബിഗ് സല്യൂട്ട് നൽകിയതും ഇനി നൽകാൻ പോകുന്നതും. എന്നാൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റിൽ ജയിച്ചു കയറിയപ്പോൾ, ആ ജയിച്ചു കയറി വന്ന MP ഉണ്ടല്ലോ, സുരേഷ് ഗോപി എന്ന മഹാൻ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുവരെ ഈ ദുരന്ത ഭൂമിയൊന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നത് ഒരു വലിയ വിരോധാഭാസമായി നിലനിൽക്കുന്നു. എന്നാൽ വയനാടിന് കേന്ദ്ര സഹായം നേടിക്കൊടുക്കണമെന്നും ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പറഞ്ഞപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മഹാൻ എന്താണ് മറുപടി പറഞ്ഞതെന്നറിയാമോ? അതിന് സമയമായിട്ടില്ല എന്നാണ്. തന്നെയുമല്ല, ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് BJPയുടെയോ സംഘ് പരിവാറിന്റെയോ ഒരു പ്രവർത്തകൻ പോലും അവിടെ കണ്ടില്ല എന്നതും ഒരു വിരോധാഭാസമായി നിലനിൽക്കുന്നു. ദുരന്ത മേഖല ന്യൂനപക്ഷ ഭൂരിപക്ഷ മേഖലയാണ് എന്ന തിരിച്ചറിവാണ് സംഘ് പരിവാർ പ്രവർത്തകരെ അങ്ങോട്ട് വരാതിരിക്കാൻ നിർബന്ധിക്കുന്നത് എന്നതും, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത്തരക്കാർ ചിന്തിക്കുന്നത് എന്നതും ഒരു വലിയ വിരോധാഭാസം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അത് എൻ്റെ അഭിപ്രായമല്ല, അത് വയനാട്ടിലെ നാട്ടുകാർ പറയുന്നതാണ്, അല്ലാതെ ഞാൻ പറയുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ദുരന്തം സത്യത്തിൽ BJPയെയും സംഘപരിവാർ നേതൃത്വത്തെയും ഒക്കെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ് എന്നാണ് നാട്ടുകാരിൽ ചിലർ പ്രതികരണമായി പറഞ്ഞത്. ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.